ഇനി നമുക്കൊരു കഥയിലേക്ക് പോയാലോ? കഥ കേൾക്കാം. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? എന്നാ വാ. അച്ഛനോടൊപ്പം കഴിഞ്ഞിരുന്ന മകൻ പുതിയൊരു വീട് വെച്ച് താമസം മാറി. അനിവാര്യമായിരുന്ന ഒരു വേർപിരിയലായിരുന്നു അത്. പഴമ താളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിൽ താമസിക്കാൻ മകൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പടുത്തുയർത്തിയ പുതിയ വീട്ടിലേക്ക് ഭാര്യയും മക്കളുമായി അയാൾ ചേക്കേറി. അച്ഛനോട് കൂടെ ചെല്ലാൻ മകൻ ആവുന്നത്ര നിർബന്ധിച്ചതാ. പക്ഷേ ആ വൃദ്ധൻ പോയില്ലെന്ന് മാത്രമല്ല, ഒറ്റയ്ക്കാണെങ്കിലും ആ പഴഞ്ചൻ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാമെന്ന് പാവം വാശി പിടിക്കുകയും ചെയ്തു. വേർപിരിഞ്ഞു പോയെങ്കിലും മകനെയും കുട്ടികളെയും കാണാതിരിക്കാൻ ആ വൃദ്ധന് കഴിയുമായിരുന്നില്ല. അല്പം അകലെയുള്ള മകന്റെ വീട്ടിലേക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ യാത്ര തുടങ്ങി. അവിടെ കിട്ടുന്ന സ്നേഹവായ്പകളിൽ വൃദ്ധൻ അതീവ സന്തുഷ്ടനായി. കൂടെ വന്ന് തങ്ങളോടൊപ്പം താമസിക്കണമെന്ന് മകന്റെ ഭാര്യ എപ്പോഴും പരിഭവം പറഞ്ഞു. മകനും അക്കാര്യത്തിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. മകന്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആ വൃദ്ധൻ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ താൻ എപ്പോഴും കയ്യിൽ കരുതിയിരുന്ന കുടയെടുത്തില്ലല്ലോ എന്ന് വൃദ്ധൻ ഓർത്തത്. തിരികെ ചെന്നപ്പോൾ മകന്റെ വീടിന് പുറത്ത് ആരെയും കാണാനില്ല. അകത്തെ മുറിയിൽ നിന്നും മകന്റെ ഭാര്യയോട് ഉച്ചത്തിലുള്ള സംസാരം. കിഴവന്റെ ആരോഗ്യം കൂടി വരുന്നതേ ഉള്ളൂ. അടുത്ത കാലത്തൊന്നും മുകളിലോട്ട് പോകുന്ന ലക്ഷണമില്ല. ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ വീടും പറമ്പും വിൽക്കാൻ എന്നേ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. മകന്റെ മറുപടി. തകർന്നുപോയ ആ വൃദ്ധൻ പിന്നെ അവിടെ നിന്നില്ല. മറന്നുവെച്ച കൂട എടുക്കാതെ അയാൾ തന്റെ വീട്ടിലേക്ക് തകർന്ന മനസ്സോടെ മെല്ലെ മെല്ലെ നടന്നു തുടങ്ങി. പിറ്റേന്ന് മുതൽ ആ വൃദ്ധൻ മകന്റെ വീട്ടിലേക്ക് വരാതെയായി. 3 ദിവസം കഴിഞ്ഞാണ് മകൻ അച്ഛനെ തേടി ഇറങ്ങുന്നത്. അച്ഛൻ ഉറങ്ങുന്ന വീട്ടിലെത്തിയപ്പോൾ വൃദ്ധൻ അവിടെയില്ല. അടുത്ത വീടുകളിൽ തിരക്കിയപ്പോഴും ഒരു വിവരവുമില്ല. ഏറെ നേരം അലഞ്ഞപ്പോൾ അച്ഛൻ കയ്യിൽ ഒരു സഞ്ചിയുമായി എങ്ങോട്ടോ പോകുന്നത് കണ്ടെന്ന് ആരോ പറഞ്ഞു. എവിടേക്ക് പോകുന്നു എന്ന് മാത്രം പറഞ്ഞില്ല. പറഞ്ഞത് ഇത്ര മാത്രം: ആരും ഒരിക്കലും മറന്നുവെച്ച കുടയെടുക്കാൻ തിരികെ പോകരുത്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അപ്പൊ നാട്ടിൽ മഴയൊക്കെയാണ്. ഇനിയും കുടകൾ മറന്നു വെക്കുന്നവര് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, നമ്മൾ മറന്നുവെച്ച കുട, അതുമല്ലെങ്കിൽ മൊബൈല്, അതുമല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കീ, ചാവി, അതൊക്കെ നമ്മൾ മറക്കാറുള്ളത് സർവ്വസാധാരണമാണ്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു നല്ല കഥയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നല്ല ഗാനങ്ങളൊക്കെ കേട്ട് ഇനിയും നമുക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് പോകാം. ഞാൻ നിങ്ങളോടൊപ്പം RJ എബ്രുവാണ് സംസാരിക്കുന്നത്. കേൾക്കാം, കേൾപ്പിക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ തിരൂർ.